ഇഖ്വാന, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരന്മാരായി മാറുകയും ചെയ്തു എന്ന്. അപ്പോൾ ആ നിലക്ക് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ പൂർത്തീകരണം അവരുടെ മനസ്സുകൾ ഐക്യപ്പെടുകയും പരസ്പരം സ്നേഹിക്കുകയും ഒന്നായി നിൽക്കണം എന്നുള്ള ബോധമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അനുഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുന്നത്. മറിച്ച് കേവലം നിങ്ങളെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ കോർത്തിണക്കി എന്നുള്ളത് മാത്രമല്ല, പരസ്പരം ആ ഒരു വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ തന്നെ, വിശ്വാസത്തിലൂടെ തന്നെ പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും സഹോദരന്മാരാണെന്ന ബോധം മനസ്സിൽ സൃഷ്ടിക്കുവാനും ഈ ആദർശത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിലൂടെ അതിൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിയോഗത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുമ്പോൾ കേവലം ഒരു നിയോഗം മാത്രമല്ല, മറിച്ച് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കുകയും നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്ന എല്ലാ നിലക്കും ഉള്ള സംസ്കരണം അവരിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലി വലാ തക്ഫുറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം അതിനുശേഷം അമാനി മൗലവി തുറന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം, അതിനുശേഷം ഇത്രയും വമ്പിച്ച അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് ചെയ്തു വന്നിരിക്കൊണ്ട് നിങ്ങൾ എപ്പോഴും എന്നെക്കുറിച്ച് സ്മരണയുള്ളവരായിരിക്കണമെന്നും ഒരിക്കലും എന്നോട് നന്ദി കേട് കാണിക്കരുതെന്നും അതിന്റെ ഫലം നിങ്ങൾക്ക് തന്നെയാണെന്നും ഓർമ്മിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമതലകളായി പ്രസ്താവിച്ച കാര്യങ്ങളെ അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിത്തരിക, സംസ്കരിക്കുക, വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുക എന്നിവയെപ്പറ്റി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ വിവരണത്തിൽ 129 വചനത്തിൽ മുമ്പ് വിവരിച്ചുള്ളതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമെന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടതെന്നും അവിടെ നാം കണ്ടുവല്ലോ. നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലാത്തതും അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കും, വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം വഹ്യി മൂലവും പ്രവാചകൻ മുഖേനയുമല്ലാതെ ബുദ്ധി കണ്ടോ മറ്റോ അറിയുവാൻ കഴിയാത്ത കാര്യങ്ങൾ പലതും അദ്ദേഹം മുഖേന നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നു എന്നത്രേ. അപ്പോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം എന്താകുന്നു? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വഹ്യി മുഖാന്തരം പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. 129 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അതായത് അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നീ നിയോഗിക്കുകയും ചെയ്യണമേ, അവർക്ക് നിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും നീ തന്നെയാണ് പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവൻ എന്ന ആ വചനത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആയത്തിൽ ഇവിടെ വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾക്ക് അറിയുമായിരുന്നില്ലാത്തത് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം വഹ്യി മൂലവും പ്രവാചകൻ മുഖേനയുമല്ലാതെ ബുദ്ധി കൊണ്ടോ മറ്റോ അറിയുവാൻ കഴിയാത്ത പല കാര്യങ്ങൾ പലതും അദ്ദേഹം മുഖേന നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നു എന്നാണ്. കേവലം മനുഷ്യന്റെ നിരീക്ഷണങ്ങളിലൂടെയല്ലാതെ പരീക്ഷണങ്ങളിലൂടെയല്ലാതെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടല്ലാതെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ അത് വഹ്യി മുഖാന്തരം തന്നെയേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചൂണ്ടിക്കാണിക്കുന്നത്. കേവലം ചില ശാസ്ത്രീയമായ
പരീക്ഷണങ്ങൾ കൊണ്ട് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുക്കൾ മാത്രമാണ് ഭൂമിയിലുള്ളത് എന്ന് നാം വിശ്വസിക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം. പല കാര്യങ്ങളും അത് ആ നിലക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അത്തരം കാര്യങ്ങൾ അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് തന്നെയാണ് അവലംബമായിട്ടുള്ളത്. ആ വഹ്യ് എന്താകുന്നു? അൽ കിതാബു വൽ ഹിക്മത്തു, അല്ലാഹുവിന്റെ കിതാബും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സുന്നത്തുകളുമാകുന്നു, അതല്ലെങ്കിൽ ഹദീസുകളുമാകുന്നു എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അല്ലാഹു പറയുന്നു, ആദമിന്റെ മകനെ, എന്നെക്കുറിച്ച് നീ നിന്റെ സ്വന്തത്തിൽ ഓർമ്മിക്കുന്നതായാൽ ഞാൻ എന്റെ സ്വന്തത്തിൽ നിന്നെയും ഓർമ്മിക്കും. എന്നെക്കുറിച്ച് നീ ഒരു സംഘത്തിൽ വെച്ച് ഓർമ്മിക്കുന്നതായാൽ അതിനേക്കാൾ ഉത്തമമായ സംഘത്തിൽ, മലക്കുകളുടെ സംഘത്തിൽ വെച്ച് ഞാനും നിന്നെ ഓർമ്മിക്കും. നീ എന്നോടൊരു ചാണെടുക്കുന്ന പക്ഷം ഞാൻ നിന്നോട് ഒരു മുഴമെടുക്കും. നീ എന്നോടൊരു മുഴം എടുക്കുന്നതായാൽ ഞാൻ നിന്നോട് ഒരു മാറെടുക്കുന്നതാണ്. നീ എന്റെ അടുക്കിലേക്ക് നടന്നു വരികയായാൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വേഗം ഓടി വരുന്നതാകുന്നു. ഈ അർത്ഥത്തിലുള്ള വേറെ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ സ്മരിക്കുക, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. നിങ്ങൾ എന്നെ സ്മരിക്കുകയും ഞാൻ നിങ്ങളെയും സ്മരിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. വഷ്കുറൂനി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നിത്യേന നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളെ നാം ഓർക്കുകയും അതിന് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുക എന്നുള്ളതാകുന്നു യഥാർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. അതാണ് ഇവിടെ ഈ പറഞ്ഞ ഹദീസിൽ ഇത് ഖുദ്സിയായ ഒരു ഹദീസായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണ്. ഖാലല്ലാഹു അസ്സ വജല്ല യാ ഇബ്ന ആദമ ഇൻ ദക്കർതനി ഫീ നഫ്സിക ദക്കർതുക ഫീ നഫ്സി വഇൻ ദക്കർതനി ഫീ മലഇൻ ദക്കർതുക ഫീ മലഇൻ മിനൽ മലായിക ഔ ഖാല ഫീ മലഇൻ ഖൈർ മിൻഹു. അതായത് എന്നെക്കുറിച്ച് നീ ഒരു സംഘത്തിൽ വെച്ച് ഓർമ്മിക്കുന്നതായാൽ അതിനേക്കാൾ ഉത്തമമായ സംഘത്തിൽ വെച്ച് ഞാൻ നിന്നെ ഓർമ്മിക്കും, മലക്കുകളുടെ സംഘത്തിൽ ഞാനും നിന്നെ ഓർമ്മിക്കുമെന്നാണ്. നീ എന്നോടൊരു ചാണെടുക്കുന്ന പക്ഷം ഞാൻ നിന്നോടൊരു മുഴം എടുക്കും. നീ എന്നോടൊരു മുഴം എടുക്കുന്നതായാൽ ഞാൻ നിന്നോടൊരു മാറെടുക്കുന്നതാകുന്നു. നീ എന്റെ അടുക്കലേക്ക് പതുക്കെ നടന്നു വരുന്നതായാൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വേഗം ഓടി വരുന്നതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള അവന്റെ കാഴ്ചപ്പാട് തന്നെ എത്രത്തോളം മനുഷ്യൻ അവനിലേക്ക് അടുക്കുന്നുവോ ആ അടുക്കുന്നതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാകുന്നു. അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ അവന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തെ അങ്ങോട്ട് ബന്ധിപ്പിക്കുക എന്നത് അല്ലാഹുവിന് ഏറെ സന്തോഷമുള്ള കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി എപ്പോഴും അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നാം ശ്രമിക്കുക എന്നതാണ് ഫദ്കുറൂനി അദ്കുർക്കും. ആകയാൽ നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, വഷ്കുറൂലി വലാ തക്ഫുറൂൻ, എനിക്ക് നന്ദി കാണിക്കുകയും ചെയ്യുവിൻ, എന്നോട് നന്ദി കേട് കാണിക്കുകയും അരുത് എന്നുള്ള അവസാനത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖിബലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ആ ആയത്തുകൾ അതിവിടെ അവസാനിക്കുകയാണ്. തുടർന്നുകൊണ്ടുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് അത് നോദി അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. يا أيها الذين آمنوا ये വിശ്വാസികളെ വിശ്വസിച്ചവരെ യാ അയ്യുഹ ये കൂട്ടരെ അല്ലദീന അവരാരാകുന്നു യാതൊരു കൂട്ടർ അൽ ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു യാ അയ്യുഹല്ലദീന ആമനു യെ വിശ്വസിച്ചവരെ ഇസ്തഈനു നിങ്ങൾ സഹായം തേടുവിൻ ബിസ്സബരി സഹനം കൊണ്ട് വസ്സലാത്തി നമസ്കാരം കൊണ്ട് ഇന്നല്ലാഹ മഅസ്സാബിരീൻ നിശ്ചയമായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. വിശ്വസിച്ചവരെ ക്ഷമയും നമസ്കാരവും വഴി നിങ്ങൾ സഹായം തേടിക്കൊള്ളുവിൻ. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ നിശ്ചയമായും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും. ഈ ആയത്തില് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സാധാരണ ഖുർആനില് ധാരാളം ഉള്ള പ്രയോഗമാണ് യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹ മദ്ദുണ്ട്. മദ്ദിനെ നമ്മൾ മറക്കാൻ പാടില്ല. യാ അയ്യുഹ എന്ന് ഓതിയാൽ പോരാ. യാ അയ്യുഹല്ലദീന ആമനു അവിടെ മദ് മുൻഫസലാണ്. അവിടെ യാ എന്നത് യാ എന്ന ആ ഹംസയ്ക്ക് ശേഷം യാ എന്ന ദീർഘത്തിന് ശേഷം ഹംസയാണുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടെ അല്പം നീട്ടിക്കൊണ്ട് ഓതണം. യാ അയ്യുഹല്ലദീന ആമനു അയ്യുഹല്ലദീന ആമനു അയ്യുഹല്ലദീന ആമനു ആമനു ഹംസയാണ്. يا أيها الذين آمنوا استعينوا
آمنوا استعينوا هذا همزة الوصل لا استعينوا എന്നാണ് ശരിക്കും. പക്ഷെ ആമനു അതിന് മുമ്പിൽ വരുമ്പോ അതിന്റെ നിയമം ആമനു നീട്ടാതെ ഇതിലേക്ക് തീർത്ത് കൊണ്ടുപോകുക. ആമനു ഇസ്തഈനു അല്ല. يا أيها الذين آمنوا استعينوا بالصبر والصلاة آمنوا استعينوا عينا بالصبر والصلاة بالصبر صاد باك سكونان അതുകൊണ്ട് തൽക്കരത്തിന്റെ അക്ഷരമാണ് അവിടെ വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ بالصبر والصلاة إن الله مع الصابرين إن الله نون شدة إن الله مع الصابرين അതിലെ ഏറ്റവും വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സബറിനെ കുറിച്ചും സ്വലാത്തിനെ കുറിച്ചും ക്ഷമയെക്കുറിച്ചും നമസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉള്ള ഒരു കാര്യം കൂടി ഒന്ന് വായിക്കുകയാണ് ഞാൻ. മാനിമൊഴി എഴുതിയ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. കഴിഞ്ഞ വചനത്തിൽ അള്ളാഹുവിനെ ഓർക്കുവാനും അവനോട് നന്ദി കാണിക്കുവാനും പറഞ്ഞ ശേഷം, അതായത് ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ എന്ന് പറഞ്ഞതിനു ശേഷം ഈ വചനത്തിൽ ക്ഷമയും നമസ്കാരവും മുറുകെ പിടിക്കുവാനും അതുവഴി സഹായം തേടിക്കൊള്ളുവാനും ഉപദേശിക്കുന്നു. ക്ഷമയുള്ളവരുടെ പക്ഷത്തായിരിക്കും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമയുടെ കാര്യം പ്രത്യേകം ഊന്നി പറയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ പ്രത്യേക സഹായവും അനുഗ്രഹാശിസുകളും അവർക്കുണ്ടായിരിക്കുമെന്ന് താൽപര്യം. അനുഗ്രഹത്തിലും സന്തോഷത്തിലും നന്ദിയെപ്പോലെ പരീക്ഷണങ്ങളിലും വിഷമങ്ങളിലും ക്ഷമ കൈക്കൊള്ളൽ സത്യവിശ്വാസിയുടെ സ്വഭാവമായിരിക്കേണ്ടതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇപ്രകാരമാണ്: അജബൻ ലിൽ മുഅ്മിനി ലാ യഖ്ലി അല്ലാഹു ലഹു ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു ഇൻ അസാബതഹു സറ ഫശകറ കാന ഖൈറൻ ലഹു വഇൻ അസാബതഹു ضറ ഫസബറ കാന ഖൈറൻ ലഹു. സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെയാണ്. അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. അവന് സന്തോഷകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ നന്ദി കാണിക്കുന്നു, അപ്പോൾ അത് അവന് ഗുണമായിത്തീരുന്നു. അവന് ഉപദ്രവകരമായത് വല്ലതും ഭവിച്ചാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു, അപ്പോൾ അതും അവന് ഗുണമായിത്തീരുന്നു. ക്ഷമയെക്കുറിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള വളരെ ഖുർആൻ വചനങ്ങളും നബിവാക്യങ്ങളും കാണാവുന്നതാണ്. ഓരോ സബറിനെ കുറിച്ച് നമസ്കാരത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. ആ ക്ഷമയും സത്യവിശ്വാസിയും തമ്മിലുള്ള, നമസ്കരിക്കുന്ന വിശ്വാസമുള്ള ഒരു മനുഷ്യന്റെ ക്ഷമയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിക്കുന്നത്. സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെയാണ്. അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. എന്ത് കാര്യം സംഭവിച്ചാലും അവന് ഗുണമായിരിക്കും. നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, വിശ്വാസമുള്ളൊരു മനുഷ്യൻ, അള്ളാഹുവിൽ ഉള്ള ബോധമുള്ള, അള്ളാഹുവിലുള്ള തവക്കുലിന്റെ ചിന്തകളുള്ള ഒരു മനുഷ്യൻ, അവന്റെ എന്തൊരു കാര്യവും അവന് ഗുണമുള്ളതായിരിക്കും. എന്തിനേറെ വേദനയേറിയ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അങ്ങേയറ്റം ക്ഷമയോടുകൂടി അദ്ദേഹം അതിനെ നേരിട്ടു. അദ്ദേഹത്തിന് സംഭവിച്ച മാരകമായ ആ രോഗം, വേദനകൾ കടിച്ചമർത്തി അദ്ദേഹം
ജീവിക്കുകയായി. ആ വിശ്വാസമാണ്, ആ പ്രവാചകന്റെ വിശ്വാസമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് ഒരു വിശ്വാസിക്ക് എന്ത് കാര്യമുണ്ടായി കഴിഞ്ഞാലും അതവന് ഗുണകരമായിരിക്കണം. നമ്മൾ വിചാരിക്കും അയാൾ വളരെ മോശക്കാരനായി ജീവിക്കുകയാണ്, വളരെ ദുർബലമായ അവസ്ഥയിലാണ്, അതല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്, ആ മനുഷ്യന് ഒരുപക്ഷെ മാരകമായ രോഗങ്ങൾക്കുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾക്കുണ്ടായിരിക്കും. തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് എന്തൊക്കെ കാരണങ്ങൾ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഏത് സന്ദർഭത്തിലും പുഞ്ചിരിക്കുന്നവനായി അയാളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും അതാണ് അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണകരമായിരിക്കും. ഇത് സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല, മറ്റാർക്കും അത് ലഭ്യമാവുകയില്ല. അവന് സന്തോഷമായത് വല്ലതും സംഭവിച്ചാൽ അവൻ നന്ദി കാണിക്കും, അവൻ അള്ളാഹുവിനെ സ്മരിക്കും, അള്ളാഹുവിന് ശുക്റുള്ളവനായി ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സ്മരിക്കുന്നവനാണ്. സന്തോഷമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആ സന്തോഷത്തിന്റെ അവസ്ഥകളിൽ അവൻ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ടല്ല ജീവിക്കുക, അവിടെയും അള്ളാഹുവിനെ ശുക്ർ ചെയ്യും. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്നു. ആ അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹത്തെക്കുറിച്ചും അവൻ ചിന്തിക്കും. ആദാമി ഫദ്ല റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇത് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് അവൻ മനസ്സിലാവും. എന്തിനു വേണ്ടി? എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്കൊരുപാട് സന്തോഷം നിറഞ്ഞ അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലരെക്കുറിച്ചും നാം നമ്മെക്കുറിച്ച് തന്നെയും നമ്മൾ പറയാറുണ്ട്. നമ്മൾ കുഴപ്പമില്ലാതെ, അല്ലലും അലട്ടലുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സന്തുഷ്ടനാണ്, ഒരു നല്ല ജോലിയുണ്ട്, നല്ല കുടുംബമുണ്ട്, നല്ല ആളുകളുണ്ട്, അതോടൊപ്പം അത്യാവശ്യം നല്ല സമ്പത്തൊക്കെയുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അതിൽ മതിമറന്ന് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കാം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരത്തിലുള്ള സന്തോഷകരമായത് വല്ലതും സംഭവിച്ചാൽ അവൻ അവിടെ നന്ദി കാണിക്കുന്നു, അള്ളാഹുവിനെ മറക്കാതിരിക്കുന്നു. അള്ളാഹുവിനെ മറക്കുകയില്ല. അപ്പോൾ അത് അവന് ഗുണകരമായി തീരുന്നു. അവന് ഉപദ്രവകരമായത് വല്ലതും സംഭവിച്ചാലോ അവിടെ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതും അവന് ഗുണകരമായി തീരുന്നു എന്നത്. ക്ഷമയെക്കുറിച്ചും അതോടൊപ്പം അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമുള്ള ഒരുപാട് ഖുർആൻ വചനങ്ങളുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. അതെല്ലാം യഥാർത്ഥത്തിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. വമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നു, മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയാണെങ്കിൽ, പരീക്ഷണം പല രൂപത്തിലാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പരീക്ഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ അല്ലാഹു പരീക്ഷിക്കുകയാണെങ്കിൽ അവനെ നാം മാനിക്കുകയും അവന് ആദരവ് നൽകുകയും അവന് അനുഗ്രഹം നൽകുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവൻ പറയും അല്ലാഹു എന്നെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ അതേസമയം വഅമ്മാ ഇദാ മബ്തലാഹു, അവനെ അല്ലാഹു പരീക്ഷിക്കുകയാണ്, ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ റിസ്ഖിനെ, അവന്റെ ഉപജീവനത്തെ അവൻ ഒന്ന് കണക്കാക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതിനൊരു നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ, ഫയഖൂലു റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് അവൻ പറയുകയും ചെയ്യും എന്നുള്ളതാണ്. മറിച്ച് ഇതൊരു സാധാരണ ഒരു മനുഷ്യന്റെ ആപരാധിയാണ്, ഒരു മനുഷ്യന്റെ വേവരാധിയാണ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ എന്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്നില്ലല്ലോ, എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവല്ലോ എന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
അവന് എന്തെങ്കിലും ഒരു ത്വറാഖ് സംഭവിച്ചാൽ, അവനൊരു വിഷമം സംഭവിച്ചാൽ, ഉപദ്രവകരമായത് വല്ലതും അവന് സംഭവിച്ചാൽ അവൻ ക്ഷമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ഷമ അവലംബിക്കുക എന്നത് ഒരു വിശ്വാസിയിലൂടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിക്ക് മാത്രമേ അതിന് സാധിക്കൂ. അല്ലാത്തവർ പരീക്ഷണ ഘട്ടങ്ങളിൽ പതറിപ്പോകുമെന്നാണ്. മാത്രമല്ല, ചില ഹദീസുകളിൽ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമസ്കരിക്കുമായിരുന്നു. കാരണം ഇദാ ഹസബഹു അംറുൻ സ്വല്ല, അദ്ദേഹത്തിന് വല്ല പ്രയാസങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമസ്കരിക്കുമായിരുന്നു. സബറിനെ സംബന്ധിച്ച് വിശദീകരിച്ച കൂട്ടത്തിൽ മഹാനായ ഇബ്നു കസീർ പറയുകയാണ്, വസ്സബ്റു സബ്റാനി ഫസബ്റുൻ അലാ തർക്കിൽ മഹാരിമ വൽ മആസിം. സബർ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുള്ളതാകുന്നു. ഒന്ന് മഹാരിമകളെ, മആസിമുകളെ, കുറ്റകരമായ കാര്യങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെയുള്ള ക്ഷമ. വസ്സബ്റുൻ അലാ ഫിഅലി ത്വാഅതി വൽ ഖുർബാതി. രണ്ടാമത്തേത് ക്ഷമ എന്ന് പറയുന്നത് അനുസരണം, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, ഇത് പ്രവർത്തിക്കുന്നതിനുള്ള ക്ഷമ. മറ്റൊന്ന് وأما الصبر الثالث وهو الصبر على المصائب والنوائب. മൂന്നാമത്തേത് വലിയ മസായിബുകൾ ഉണ്ടാകുമ്പോൾ, മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യന് സംഭവിക്കുമ്പോൾ അവിടെയുള്ള ക്ഷമ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. അപ്പോ ക്ഷമിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ട് അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയും ക്ഷമയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ക്ഷമയില്ലാതെ പ്രവർത്തിക്കുന്നതിന് വിശ്വാസം കുറവായിരിക്കും. ഞാൻ അങ്ങനെയാണ്, ചില ആളുകൾ അങ്ങനെയാണ്. ചിലപ്പോൾ സംസാരത്തിലുമൊക്കെ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്, നിങ്ങളെന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവർ പറയാം, അതെന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഉപദ്രവകരമായ ഘട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കണം. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ അവയവങ്ങളെ മുഴുവനും അവൻ പിടിച്ചു നിർത്താൻ സാധിക്കണം. അതിലേറ്റവും വലിയ അവയവം അവന്റെ മനസ്സാണ്. ആ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏറ്റവും വലിയ ശക്തിയുള്ള ആളെന്ന് പറഞ്ഞാൽ, മല്ലൻ എന്ന് പറഞ്ഞാൽ ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല, മറിച്ച് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ നഫ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നവനാകുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയകരമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമയും നമസ്കാരവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമസ്കാരമാവട്ടെ ശാരീരികമായ അനുഷ്ഠാന കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഒരു കർമ്മമാകുന്നു. അമാനുമൂലി തുടരുകയാണ്. അല്ലാഹുവുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് നടത്തപ്പെടുന്ന ഭക്തിനിർഭരമായ പ്രാർത്ഥനയുമാകുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു പ്രത്യേകം വില കൽപ്പിക്കുമെന്നുള്ളതിൽ സംശയിക്കുവാനില്ല. വല്ല അനിഷ്ട സംഭവങ്ങളും നേരിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ അഭയം പ്രാപിച്ചിരുന്നതായി, വേഗം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുള്ളതും അതുകൊണ്ടാകുന്നു. ഈ വചനത്തിന്റെ വിവരണത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ പലതും മുമ്പ് 45-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ
ഉള്ള ആയത്തുകളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്തുൻ ബൽ അഹ്യാഉൻ വലാകിൻ ലാ തശ്ഉറൂൻ തുടങ്ങിയിട്ടുള്ള ആയത്തുകളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്കാകുന്നു സൂചന നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാകുന്നു വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയും നമസ്കാരവും കൈക്കൊള്ളുകയും അള്ളാഹുവിന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.